49 സങ്കീർത്തനം 13-14 വാക്യങ്ങൾ വായിക്കാം. 49 സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപം ഇല്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. ഏതായി വായിച്ച വാക്യത്തിന്റെ അർത്ഥം? മനുഷ്യനെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും അഴകിന്റെ പേരിലും നിറത്തിന്റെ പേരിലും ഒക്കെ വേർതിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വേദപുസ്തകം ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ അഴകിന്റെയോ നിറത്തിന്റെയോ പേരിൽ ആരെയും വേർതിരിച്ചിട്ടില്ല. വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്ന രണ്ടേ കൂട്ടരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടെ വായിച്ചത്. ആരൊക്കെയാണവർ? ഒന്ന് പാതാളത്തിന്റെ ആടുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? അവരെ കുറിച്ച് പറയുന്നു, അവർ മൃത്യുവിന്റെ അടിമകളാണ്, സാത്താന്റെ അടിമകളാണ്, മരണത്തിന്റെ അടിമകളാണ്. ഇച്ചിരി കൂടെ പറഞ്ഞാൽ മരണഭീതിക്ക് അടിമകളാണ്. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, വീണ്ടെടുക്കപ്പെട്ടവർ. അവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ മരണഭീതിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. അപ്പം അടിമകൾ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ വീണ്ടെടുപ്പില്ലാത്ത മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത, വീണ്ടെടുക്കപ്പെടാത്ത മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ അടിമയാ. എന്തിനടിമയാ? എല്ലാത്തിനും അടിമയാ. രോഗത്തിന് അടിമയാ, കടഭാരത്തിന് അടിമയാ. അതിനേക്കാട്ടിലൊക്കെ ഉപരി അവൻ ഏറ്റവും വലിയ അടിമത്തം മരണഭീതിയുടെ അടിമത്തമാ. ശ്രദ്ധിക്കുക, മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ഭയമാണല്ലോ മരണഭയം. യേശുവിൽ കൂടെ വീണ്ടെടുപ്പ് പ്രാപിക്കുന്ന ഒരു ദൈവത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാ. അവന്റെ മരണഭീതി മാറും. അതുകൊണ്ട് ആ ധന്യനായ പൗലോസ്ലീഹ മരണത്തോട് ചോദിക്കുന്നു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണത്തിന് അടിമയല്ല. മരണത്തിൽ നിന്ന് അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു. പുത്രൻ അവന് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമുക്ക് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. പൗലോസിന്റെ തിയോളജിയിലും ഭാഷയിലും അത് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ഫ്രം ദ ബോഡി ഓഫ് സിൻ ആൻഡ് ഡെത്ത് വി ആർ ഡെലിവേർഡ് എന്നാണ് ദൈവദാസൻ പറയുന്നത്. പാപത്തിന്റെയും ശാപത്തിന്റെയും ശരീരത്തിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെട്ടു. എങ്ങനെ വീണ്ടെടുക്കപ്പെട്ടു? യേശുവിന്റെ ശരീരം നമുക്ക് വേണ്ടി കൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടത് കൊണ്ട് നാം വീണ്ടെടുക്കപ്പെട്ടു. വീണ്ടെടുക്കപ്പെട്ടവരായ നാം അവന്റെ ശരീരമാകുന്ന സഭയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ശരീരമാകുന്ന സഭയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നാം അവന്റെ ശരീരത്തിന്റെ ഓർമ്മയാകുന്ന തിരുവത്താഴത്താൽ ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. അവന്റെ ശരീരത്തിന്റെ ഓർമ്മയാകുന്ന തിരുവത്താഴത്തിൽ ദൈനംദിനം വളരുന്നവരായ നാം അവന്റെ ശരീരമാകുന്ന സഭ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അത് തന്നെയാണ് തെസ്സലോനിക്ക ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിന്തയുണ്ട്. 2004 എന്റെ ബിരുദം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ പഠിച്ചതായ ഒരു ഇതര സമുദായത്തിലെ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അനീഷ്, പെന്തിക്കോസ്തുകാരായ നിങ്ങൾ എന്തിനാണ് നീ ബഹളം വെച്ച് പ്രസംഗിക്കുന്നത്? നിങ്ങൾക്ക് കുറെ മര്യാദയ്ക്ക് പ്രസംഗിക്കത്തില്ലേ? നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ ചെവി പൊട്ടിയതാണോ? എന്തിനാണ് നിങ്ങൾ ഇത്രയും ബഹളം വെക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹം ഇത് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട്, അതെ, നമ്മുടെ അപ്പച്ചന്മാര് പറഞ്ഞ ഒരു ഉദാഹരണം പറയുവാനായിരുന്നു. അച്ഛൻ, ഞങ്ങൾ കിടന്ന് ഈ ബഹളം വെച്ച് പ്രസംഗിക്കുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു കഥയാ പറഞ്ഞത്. അച്ഛൻ, പണ്ടൊരു കുളത്തിൽ ഒരു തവള കിടപ്പുണ്ടായിരുന്നു. ആ തവള എന്തെന്നറിയാമോ? ആ കുളത്തിന്റെ അകത്ത് ഒരൊറ്റ ചാട്ടം ചാടി. ഒറ്റ ചാട്ടത്തിനത് ഇടുവെന്നറിയാമോ? കുളത്തിന്റെ മുകളിൽ വന്നു. കുളത്തിന്റെ കരയിൽ കൂടെ അതിങ്ങനെ ചാടി നടക്കുമ്പോൾ ആ കുളത്തിന്റെ കരയിൽ 1000 കാലുകൾ ഒരു അട്ടയും ഇങ്ങനെ എഴുതി നീങ്ങിയ ഈ അട്ടച്ചാലിന്റെ ഒടുവിലേക്കോ 1000 കാലുകൾ ഞാനിതിനെ കൂടെ ഡീസന്റ് ആയിട്ട് നടക്കുമ്പോൾ 4 കാലുകൾ താനെന്തിനാ കിടന്ന് ഇത്രയും ചാടുന്നത്? ചോദിച്ചത് കേട്ടോ. 1000 കാലുകൾ ഞാനിതിനെ കൂടെ ഡീസന്റ് ആയി നടക്കുമ്പോൾ 4 കാലുകൾ താനെന്തിനാ കിടന്ന് ഇത്രയും ചാടുന്നത്? ഈ അട്ടച്ചാലോട് തവളച്ചാല് പറയുക, എന്റെ പൊന്നട്ടച്ചാല്, ഞാൻ ചാടുന്നത് ചുമ്മാതല്ല. ഞാൻ ചാടുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ജനിച്ചപ്പോഴേ ഈ 4 കാലിന്റെ സ്ഥാനത്ത് ആകപ്പാടെ എനിക്കുണ്ടായിരുന്ന ഒരു വാല് മാത്രമാണ്. വാലുള്ള ഞാൻ എന്റെ ദൈവത്തോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, ഈ വാലിന്റെ സ്ഥാനത്ത് ഒരു 2 കാല് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ 2 കാല് ചോദിച്ച സ്ഥാനത്ത് എന്റെ ദൈവം എനിക്ക് 4 കാല് തന്നു. കാലില്ലാതിരുന്നിട്ട് കാല് കിട്ടിയവനെ കാലിന്റെ വില അറിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അടിമത്തത്തിൽ കിടന്നിട്ട് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവമേ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ വില അറിയത്തുള്ളൂ. ഇത് പറയുമ്പോൾ അടിമത്തം നിന്നിരുന്ന കാലഘട്ടത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അടിമത്തം നിന്നിരുന്ന കാലഘട്ടത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ചില ചിന്തകളുണ്ട്. അത് ഈ നമ്മുടെ നാട്ടിലൊക്കെ അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ
ആടിനെയും പശുവിനെയും ഒക്കെ അറുക്കുവാൻ കൊണ്ടുപോകുന്ന ഇന്നത്തെ കാലം പോലെ തന്നെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ അതെ അറുക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന വഴിക്ക് അടിമത്തയിൽ കൂടെ കടന്നു പോകുന്ന ഒരവസരത്തിൽ അറുക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു ആടിനെ നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാതെ അതിനോടൊരു ഇഷ്ടം തോന്നിയെന്ന് നിങ്ങൾ വിചാരിക്കുക. അറിയാതെ ഏതോ വഴിക്ക് പോകുവാൻ യാത്ര ചെയ്ത് നിങ്ങൾ അറിയാതെ അവിടെ ഇറങ്ങിച്ചെന്നിട്ട് ഈ ആടിന്റെ ഒക്കെ തലയിൽ തലോടിക്കൊണ്ട് ഇതിന്റെ ശരീരത്തിൽ ആകമാനം നോക്കിയപ്പോൾ നിങ്ങൾക്ക് അതിനെ ആകപ്പാടെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന്റെ ശരീരത്തിൽ ഒരു മരണക്കയർ കിടപ്പുണ്ട്. മരണക്കയർ മാത്രമല്ല, മരണത്തിന്റെ ഡേറ്റിംഗ് കിടപ്പുണ്ട്. ഈ മരണക്കയറും മരണ ഡേറ്റും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റുവാനുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിന്റെ മുഖത്ത് ഊരിത്തിരിക്കുക. ഇതിനുവേണ്ടി നിങ്ങൾ അതിന്റെ തലയിലൊക്കെ തലോടി നിൽക്കുമ്പോഴാണ് അതിന്റെ ഉടമസ്ഥനായ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിക്കുന്നു എന്താ? അപ്പോൾ നിങ്ങൾ പറയുന്നു, ഞാനിങ്ങനെ യാത്ര ചെയ്തു പോയ വഴിക്ക് ഈ ആടിൽ നിൽക്കുന്നത് കണ്ടു, ഇതിനെ ഒറ്റ നോട്ടം തിരഞ്ഞിക്കാൻ ഇഷ്ടപ്പെട്ടു, എനിക്കിതിനെ വേണം, അതിനുവേണ്ടി എന്ത് വിലയും തരുവാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ആടിനതകൾ ലോകത്തിലില്ലാതൊരു വില ചോദിക്കുക. എന്നാലും നിങ്ങൾക്കതിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് നിങ്ങൾ ആ വില കൊടുത്തതിനെ സ്വന്തമാക്കുക. എന്നിട്ട് സ്വന്തമാക്കിയിട്ട് ആരും ചെയ്യാത്തതൊന്നും നിങ്ങൾ ചെയ്യുക. എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സാധാരണ സ്വന്തമാക്കുന്നതിനെ കൊണ്ട് ആളുകൾ വീട്ടിലേക്കാണ് പോകാറുള്ളത്. പക്ഷെ നിങ്ങൾ ഈ ആടിന്റെ അടുക്കൽ ചെന്നിട്ട് ആദ്യം അതിന്റെ കഴുത്തിൽ കിടക്കുന്ന കൊലക്കയറ് അറുത്തു മാറ്റുക. എന്നിട്ട് ആടിന്റെ തലയെ കൂടെ തലോടിക്കൊണ്ട് നിങ്ങൾ പറയുക, ആടെ നീ മരണത്തിന്റെ അടിമയായിരുന്നു, പക്ഷേ ഞാൻ പോയ വഴിക്ക് നിന്നെ കണ്ട് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി, ലോകത്തിൽ ആരും കൊടുക്കാത്ത വില കൊടുത്തു നിന്നെ സ്വന്തമാക്കി. പക്ഷെ ഞാൻ നിനക്ക് ഇന്ന് ഒരു സ്വാതന്ത്ര്യം തരിക, ആരും തരാത്ത ഒരു സ്വാതന്ത്ര്യം. എന്താ തരുന്ന സ്വാതന്ത്ര്യം എന്നറിയാമോ? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് പോരാം, അല്ല നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള വഴിയെ നിനക്ക് യാത്ര ചെയ്യാം. ഇത് തന്നെയാണ് കാൽവറിയിൽ സംഭവിച്ചത്. കാൽവറിയുടെ പുരമരത്തിൽ കാരുണ്യവാനായ ദൈവത്തിന്റെ പുത്രൻ ആരും കൊടുക്കാത്ത വില ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് നീട്ടിയിട്ട് സാത്താന്റെ കയ്യിൽ നിന്ന് മനുഷ്യകുലത്തെ വീണ്ടെടുത്തു. മനുഷ്യകുലത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ അംഗീകരിച്ചാൽ എന്റെ കൂടെ നിത്യവീട്ടിൽ നിങ്ങൾക്ക് പാർക്കാം, അല്ല ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ യാത്ര ചെയ്യാം. പക്ഷെ എനിക്കൊന്നറിയാം, യേശുവിനെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ അവന്റെ കൂടെ യാത്ര ചെയ്യുവാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് ആകമാനം മാറ്റമുണ്ടാകും. യേശുവിനെ ഇഷ്ടപ്പെട്ട് യേശുവിന്റെ കൂടെ യേശുവിന്റെ കലങ്ങളിലെത്തി യേശുവിന്റെ കൂടെ യാത്ര ചെയ്ത ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുക. പുതിയ നിങ്ങൾ പാഠത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ശിമയോനെ കാണുവാൻ സാധിക്കും. വന്ധ്യവയോധികനായ ഒരു പിതാവ്, ഇസ്രായേലിലുള്ള ആ പുരോഹിതന്മാരുടെയും പിതാക്കന്മാരുടെയും കൂട്ടത്തിൽ വളരെ സാക്ഷ്യമുള്ള മനുഷ്യൻ, എല്ലാ ആരാധനകളിലും പങ്കെടുക്കുന്ന മനുഷ്യൻ. പക്ഷെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ, ജീവിതത്തിന്റെ പ്രായങ്ങളിൽ യേശു എന്ന് പറയുന്ന ദൈവപുത്രനെ കാണുവാനുള്ള ഒരു വലിയ ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായി. ആ ഭാഗ്യം കിട്ടുമെന്നുള്ള വാഗ്ദത്തം അദ്ദേഹത്തിന് പണ്ട് തന്നെ പ്രവാചകന്മാർ നിമിത്തം ലഭിച്ചിരുന്നതായിരുന്നു. ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം എന്നുള്ളതുപോലെ യേശു എന്ന് പറയുന്ന ദൈവപുത്രനെ അദ്ദേഹം കണ്ടതിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. 29-ാമത്തെ വാക്യത്തിൽ യേശുവിനെ കണ്ടപ്പോൾ ആ അപ്പച്ചന് കിട്ടിയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആ പ്രായമുള്ള പിതാവോടെ പറയുക. എന്താണ് അവിടെ വായിക്കുന്നത്? 29-ാം വാക്യത്തോട് ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോഴോ നാദാ തിരുവചനം പോലെ നീ അടിനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടുവല്ലോ. 85 വയസ്സുള്ള പ്രായമുള്ള ചുക്കിച്ചുളുങ്ങിയ ശരീരത്തിന്റെ ഉടമസ്ഥനായ നരച്ച തലയുള്ള കൊഴിഞ്ഞ പല്ലുള്ള ബലം ക്ഷയിച്ച ശരീരത്തിന്റെ ഉടമസ്ഥനായ അപ്പച്ചന്റെ ജീവിതത്തിന്റെ സായാഹ്ന വേളയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം യേശു എന്ന് പറയുന്ന മശിഹയെ കാണുവാനും യേശുവുമായിട്ട് ബന്ധം പുലർത്തുവാനും ഭാഗ്യം ലഭിച്ചു. യേശുവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആ പുതിയ പിതാവിന് ലഭിച്ച ഭാഗ്യം എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുക. എന്താ ലഭിച്ചത്? അപ്പച്ചനോട് നിങ്ങൾ ചോദ്യം, യേശുവിനെ കണ്ടപ്പോൾ യേശുവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അപ്പച്ചന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? അദ്ദേഹം പറയും, കുഞ്ഞെ യേശുവിനെ കണ്ടപ്പോൾ എനിക്ക് സമാധാനം കിട്ടി. യെരൂശലേമിലെ പല ആരാധനകളിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ എന്റെ അടിമത്തം മാറിയില്ല. സമാധാനത്തിന്റെ ജീവിതമായിരുന്നു എന്റെ ജീവിതം. പല വിധത്തിലുള്ള നേർച്ചകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ആടിനെയും പ്രാവിനെയും ഒക്കെ ഞാൻ യാഗം കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടിയിട്ടില്ല. പക്ഷെ യേശു എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒന്നാമത്തെ ഗുണം, എനിക്ക് സമാധാനം കിട്ടി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവുമായിട്ട് ബന്ധപ്പെടുവാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ജീവിക്കുന്നവരാകട്ടെ,